ഹലോ, ദൈവനാമത്തിന് മഹത്വം അർപ്പിക്കുന്നു. നമ്മൾ ആത്മീയ വളർച്ച എന്നുള്ള വിഷയമാണല്ലോ പഠനം ആരംഭിച്ചത്. ഒരു ക്ലാസ്സേ നമുക്ക് ആ വിഷയം സംബന്ധിച്ചെടുക്കാനായിട്ട് കഴിയുള്ളൂ. ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് വരികയാണ്. ആത്മീയ വളർച്ച എന്നുള്ള വിഷയം സംബന്ധിച്ച് മുഖവുരയായിട്ടുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ പ്രാരംഭ ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാനായിട്ടിടയായത്. നമ്മുടെ പഠനത്തിന് ആധാരമായിട്ട് പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യമാണ് നാം കഴിഞ്ഞ ക്ലാസ് ആരംഭിച്ചപ്പോൾ വായിച്ചത്. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. പത്രോസിൻ്റെ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം തന്നെ ആത്മീയ വളർച്ച എന്നുള്ളതാണ്. അനേക വിഷയങ്ങൾ തൻ്റെ ലേഖനത്തിൽ താൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിലേറ്റവും പ്രധാന വിഷയം അത് പറഞ്ഞാണ് തൻ്റെ ലേഖനങ്ങൾ അവസാനിപ്പിക്കുന്നത്. 2 ലേഖനങ്ങൾ എഴുതി ഏറ്റവും ഒടുവിൽ അതിൻ്റെ കൺക്ലൂഷനിൽ പറയുകയാണ്, ഇതാണ് ഇതിനകത്തെ പ്രധാന വിഷയം, നിങ്ങൾ വളരണം. അതെങ്ങനെ വളരണമെന്നുള്ളതാണ് അവിടെ പറയുന്നത്. കൃപയിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളരുവീൻ. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിലൂടെയാണ് മുഖവുരയായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചത്. ആ വേദഭാഗത്ത് നമ്മൾ കണ്ടത് ആത്മീയമായി വളരുക എന്ന് പറയുന്നത് നമ്മൾ ആത്മീയമായി ജനിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. നമ്മൾ ദൈവമക്കളാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. അത് 1 പത്രോസ് 1-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാ 2-ാം അധ്യായം തുടങ്ങുന്നത്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവീൻ, വളരണം. അപ്പോൾ നമ്മൾ ദൈവമക്കളാണെന്നുള്ളതിൻ്റെ തെളിവാണ്. ശരിയായ വീണ്ടും ജനനം നമ്മിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ ആത്മീയമായി വളരുന്നത്. ഇനി അതുമാത്രമല്ല, രക്ഷയ്ക്കായി വളരണമെങ്കിൽ എന്തു വേണം? രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ദൈവവചനം. നാം ആത്മീയമായി വളരുവാൻ ആവശ്യമായ ദൈവം തൻ്റെ വചനത്തെ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളത് കേൾക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ദൈവവചനം നാം സ്വീകരിക്കുമ്പോൾ അത് നമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് നാം ആത്മീയമായി വളരുന്നത്. ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ വളരുന്നില്ലെങ്കിൽ ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ പിടിക്കുന്നില്ലെന്നാണ്. അപ്പം ചെല്ലുന്ന വചനം നമ്മിൽ ക്രിയ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് നാം ആത്മീയമായി വളരുന്നു എന്നുള്ളത്. ആത്മീയമായി വളരുവാൻ ആത്മീയമായി വളരുവാൻ നാം നീക്കിക്കളയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതും 1 പത്രോസ് 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ. ചില സ്വഭാവങ്ങൾ നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമായിട്ട് എന്തൊക്കെയുണ്ടോ നമ്മുടെ ജീവിതത്തിൽ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ നീക്കിക്കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ ആത്മീയമായ വളർച്ചയ്ക്ക് തടസ്സമായി നമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ആത്മീയമായ വളർച്ചയ്ക്ക് തടസ്സമായി നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണെന്ന് 1 പത്രോസ് 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ആ വേദഭാഗത്തതുണ്ട്. അങ്ങനെയുള്ളതൊക്കെ നീക്കിക്കളയണം. പിന്നെ അതേ ഭാഗത്ത് തന്നെ നമ്മൾ 4-മതൊരു കാര്യം കൂടെ കണ്ടു. ആത്മീയമായി വളരുവാൻ പറ്റിയ മേഖല, ശരിയായ ആത്മീയ വളർച്ച പ്രാപിക്കണമെങ്കിൽ അതിന് പറ്റിയിടത്ത് വേണം നമ്മൾ വളരാൻ. അതേതാ? ദൈവസഭ എന്ന ആത്മീയ ഗൃഹം. 1 പത്രോസ് 2-ാം അധ്യായത്തിലുള്ളതാണ്. അപ്പോൾ ഇതാണ് മുഖവുര എന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിച്ച ഏതാനും ചില കാര്യങ്ങൾ. ഇന്ന് നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് വരികയാണ്. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാം. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. അപ്പോൾ എങ്ങനെ വേണം വളരാൻ? ആ വളർച്ചയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അവിടെ പറയുന്നത്,
3 കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. 1, കൃപയിൽ വളരണം. 2, പരിജ്ഞാനത്തിൽ വളരണം. 3, ആരെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ? യേശുക്രിസ്തുവിനെയൊന്നും പോരാ, പിന്നെ എന്തുകൊണ്ട് അവിടെ പറയുന്നത്? കർത്താവും രക്ഷിതാവുമായ അപ്പം യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. ഇതാണ് 3 നിലകളിൽ ആ വാക്യത്തെ നാം തുടർന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. 1, പരിജ്ഞാനത്തിൽ വളരണം. 2, കൃപയിൽ വളരണം. 3, യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് വളരണം. ഇതാണ് ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആത്മീയ വളർച്ചയെക്കുറിച്ച് ഇനി നാം അല്പമായിട്ട് ചിന്തിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. അവിടെ പറഞ്ഞ ക്രമത്തിലല്ല, പരിജ്ഞാനത്തിൽ വളരുക എന്നുള്ളതാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. പരിജ്ഞാനത്തിൽ വളരുക എന്ന് പറയുമ്പോൾ അത് 3 നിലകളിൽ നിങ്ങളുടെ മുൻപിൽ ഞാനൊന്ന് അവതരിപ്പിക്കാം. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഇതോട് ബന്ധപ്പെട്ട് നമുക്കൊന്ന് വായിക്കാം. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. കൊലോസ്യർ 1:10. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകുവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. ഇപ്പം 2 കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലും ഇതോട് ചേർത്ത് ചിന്തിക്കാവുന്ന ഒരാശയമുണ്ട്. അതോടൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഫിലിപ്പിയർ 3:8. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം. അപ്പൊ ഇവിടെ വളരുക എന്നുള്ളതിന് ഈ വാക്യങ്ങളിലൊക്കെ സമാനമായ മറ്റു ചില പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം ആ വാക്ക് കേൾക്കുമ്പോൾ ഒരേ ആശയത്തെ അത് സൂചിപ്പിക്കുന്നതെന്ന്. വളരുക, വർദ്ധിച്ചു വരിക, അല്ലെ? അതിന് സമാനമായ ഒരു വാക്കാണ്. പക്വതയിലെത്തുക, നിറവിൽ വരിക, ഇങ്ങനെയൊക്കെയുള്ള ചില വാക്കുകൾ വളരുക എന്നുള്ളതിന് പര്യായ പദങ്ങൾ എന്ന പോലെ തിരുവഴുത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെ? വർദ്ധിച്ചു വരിക, ആത്മീക വർധനവ്, അത് തന്നെയല്ലേ ആത്മീക വളർച്ച. ആത്മീക ശൈശവാവസ്ഥ മാറി പക്വതയിലെത്തുക, അതല്ലേ ആത്മീയ വളർച്ച. അപ്പൊ ഇതെല്ലാം പര്യായ പദങ്ങളാണ്. ഈ വിഷയത്തെ തന്നെ, ഈ ആശയത്തെ തന്നെ സൂചിപ്പിക്കുന്ന മറ്റ് ചില പദങ്ങളാണ്. ഇപ്പൊ ഈ വേദഭാഗങ്ങളിലൊക്കെ അങ്ങനെ മാറി മാറി പല പദങ്ങൾ ആത്മീയ വളർച്ചയെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ വായിച്ച വാക്യത്തിലാണ് എങ്ങനെ വളരണം? അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. അപ്പൊ അവിടെ നിറഞ്ഞു വരിക എന്നുള്ളത് ദൈവ ഇഷ്ടത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിച്ചു വേണം നമ്മൾ ശരിയായിട്ട് ആത്മീയമായി വളരുവാൻ. എന്നെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് ആ അറിവിൽ വളരുമ്പോഴാണ് നമ്മൾ ശരിയായ ആത്മീക വളർച്ച പ്രാപിക്കുന്നത്. അപ്പൊ അതാണ് ഈ വാക്യം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിന്റെ പ്രാരംഭ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവ ഇഷ്ടത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുക. എന്താ ഈ ദൈവ ഇഷ്ടത്തിന്റെ പ്രത്യേകത? ദൈവ ഇഷ്ടത്തെക്കുറിച്ച് തിരുവഴുത്തിൽ അനേക വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായം 4-ാം വാക്യത്തിൽ പൗലോസ് തൻ്റെ ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. ആ സാക്ഷ്യം പറയുമ്പോൾ എന്തിനാ ദൈവം എന്നെ ആ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് വിളിച്ച് വേർതിരിച്ചത്, എന്നെ രൂപാന്തരപ്പെടുത്തിയത് എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 22:14 ഒന്ന് വായിക്കാമോ? എടുത്തവരൊന്ന് വായിച്ചോ. 22:14. നിന്നെ നിയമിച്ചിരിക്കുന്നത് എന്തിനാ? അന്നേ പറഞ്ഞു എന്ന് ദമസ്കോസിലെ അനുഭവം, തന്റെ മാനസാന്തര അനുഭവം സാക്ഷ്യം പറയുക. ആ സാക്ഷ്യം പറയുമ്പോൾ പറയാണ്, അന്നേ ദൈവം എന്നോട് പറഞ്ഞു എന്തിനാ നിന്നെ നിയമിച്ചിരിക്കുന്നതെന്ന്. 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതിലൊന്ന് നമ്മുടെ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് എന്തിനാ നിന്നെ വിളിച്ചിരിക്കുന്നത്? തൻ്റെ ഇഷ്ടം അറിയുവാൻ. അപ്പൊ പൗലോസിനെ ദൈവം വിളിച്ചു വേർതിരിച്ചത് എന്തിനു വേണ്ടിയാ? തൻ്റെ ഇഷ്ടം അറിഞ്ഞ് ജീവിക്കണം, അതിനു വേണ്ടിയാ. ആ ഇഷ്ടം എന്താണെന്നുള്ളത് പിന്നീട് ആ വാക്യത്തിൽ തന്നെ 1-2 കാര്യമുണ്ട്. പിന്നീട് പൗലോസിന് അത് വെളിപ്പെടുത്തി കൊടുത്തു.
സുവിശേഷം അറിയിക്കുന്നതിനോട് ബന്ധപ്പെട്ടൊക്കെ ജാതികളുടെ ഇടയിലേക്ക് കടന്നു പോകണമെന്നും ജാതികളുടെ അപ്പോസ്തലൻ എന്ന നിലയിൽ സുവിശേഷത്തിൻ്റെ വക്താവായി തീരണമെന്നും ഒക്കെയുള്ള ആ വലിയ ദൈവഹിതം തന്നോടുള്ള ബന്ധത്തിൽ അറിയിച്ചു. പക്ഷെ അന്ന് തന്നെ ദൈവം എന്നെ നിയമിച്ചാക്കിയത് എന്തിനാണെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയാ? ദൈവഹിതം അറിയുവാൻ. അപ്പൊ ഞാനും നിങ്ങളും ശരിയായ ആത്മീയ വളർച്ച പ്രാപിക്കണമെങ്കിൽ ഈ അറിവ് നമുക്കുണ്ടാകണം. ഏതറിവ്? എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ എന്താ. നമ്മളെ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് വ്യക്തമായ ചില പദ്ധതികളുണ്ട്. പൊതുവായ തൻ്റെ ഹിതമുണ്ട്. അതുമാത്രമല്ല, അല്ലേ, ദൈവത്തിൻ്റെ ഹിതത്തിൽപ്പെട്ട കാര്യമാണ് സകല മനുഷ്യനും രക്ഷ പ്രാപിക്കണമെന്നുള്ളത്. അതുപോലെ ദൈവഹിതം എല്ലാവരെയും കുറിച്ച് പൊതുവായിട്ടുള്ളത് ദൈവവചനത്തിലുണ്ട്. എന്നാൽ വ്യക്തിപരമായി ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിൻ്റെ ഹിതത്തിന് വ്യത്യാസങ്ങളുണ്ട്. എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല നിങ്ങളിൽ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതെന്താണെന്നുള്ള പരിജ്ഞാനം, തിരിച്ചറിവ്. പൗലോസിനത് മനസ്സിലായി. അതുകൊണ്ട് സാക്ഷ്യം പറഞ്ഞപ്പം പറഞ്ഞത്, എന്നെ അന്നേ വിളിച്ച് നിയമിച്ചാക്കിയത് എന്തിനു വേണ്ടിയാ? തൻ്റെ ഇഷ്ടം അറിയുവാൻ. ഈ ദൈവ ഇഷ്ടത്തെക്കുറിച്ച് ദൈവവചനത്തിൽ തന്നെ പറയുന്ന 2 വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനതൊന്ന് നിങ്ങൾ വായിക്കാം. എഫേസ്യർ 5:17. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഈ ദൈവ ഇഷ്ടം നമ്മോടുള്ള ബന്ധത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മതി, കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുകയും. അപ്പൊ നമ്മൾ ദൈവ ഇഷ്ടം അറിയണമെന്ന് മാത്രമല്ല പറഞ്ഞത്, പിന്നെ അതെന്താണെന്ന് ഗ്രഹിക്കണം. എന്താ ഗ്രഹിക്കുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഗ്രഹിക്കുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കേവലം അറിയുക മാത്രമല്ല, അത് മനസ്സിലാക്കി അംഗീകരിക്കുക, ഇതാണെന്ന് ഉറപ്പുവരുത്തുക. ഇനി അത് ഉറപ്പുവരുത്താൻ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. റോമർ 12:1-2 വാക്യങ്ങൾ ദൈവഹിതത്തെക്കുറിച്ച് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. റോമർ 12:1-2. നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്. അങ്ങനല്ലേ ആ വാക്യം? വായിച്ചു. അത് തന്നെ. അടുത്ത വാക്യം. മതി, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. ഞാൻ 3 വാക്യങ്ങളെ അതോട് ബന്ധപ്പെട്ട് ഇപ്പോൾ വായിച്ചുള്ളൂ. 1, ദൈവഹിതം അറിയണം. 2, ദൈവഹിതം ഗ്രഹിക്കണം. 3, ദൈവഹിതം തിരിച്ചറിയണം. തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ ഇതിലേതാ ദൈവഹിതം? പല ഹിതങ്ങളുണ്ട്. ഇപ്പം എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ചില ഹിതങ്ങളുണ്ട്, ചില ഇഷ്ടങ്ങളുണ്ട്, ചില ആഗ്രഹങ്ങളുണ്ട്. എന്നെക്കുറിച്ച് എൻ്റെ പേരൻസിന് ചില ആഗ്രഹങ്ങളുണ്ട്. സാധാരണ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ പഠിത്തത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലെത്തുമ്പോൾ അവരെ ഇന്നതിന് വിടണമെന്നും പറഞ്ഞ് പേരൻസിന് ചില ഇഷ്ടങ്ങളുണ്ട്. മക്കൾക്ക് അവരുടേതായ ചില ഇഷ്ടങ്ങളുണ്ട്. അവർക്ക് ചിലപ്പം വേറെ ചില കോഴ്സുകളായിരിക്കും, വേറെ ചില സ്ഥലത്ത് പോകാനായിരിക്കും താല്പര്യം. ഇങ്ങനെ പല ഇഷ്ടങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ദൈവഹിതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ആ വാക്യം പറയുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ആ ദൈവഹിതത്തിൻ്റെ പ്രത്യേകത എന്താ? 3 വാക്കുകൊണ്ട് അവിടെ വിശേഷിപ്പിക്കുന്നത്. എന്താ? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ളത്. അതേതിനേ ഉള്ളൂ? ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ അതിനകത്ത് എന്തില്ല? ഇത് 3ഉമില്ല. 1, നന്മയില്ല എന്ന് പറഞ്ഞാൽ അത് നല്ലതല്ല. 2, അത് ദൈവത്തിന് പ്രസാദകരമല്ല. 3, അത് പെർഫെക്റ്റ് അല്ല, അതിന് കുറവുകളുണ്ട്. പൂർണ്ണത അവകാശപ്പെടാൻ കഴിയത്തില്ല. എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അതനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ അതാ നല്ലത്, നന്മയാണ്. 2, അതാ ദൈവത്തിന് പ്രസാദകരം. 3, അത് പെർഫെക്റ്റാണ്, അതിന് കുറവുകളില്ല. ഈ 3 പ്രത്യേകതകൾ അവകാശപ്പെടാൻ കഴിയുന്നത് ദൈവഹിതത്തിന്. ഈ ദൈവഹിതം നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയണമെങ്കിൽ എന്തു വേണമെന്നും ആ വാക്യത്തിൽ പറയുന്നുണ്ട്. എന്താ? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്. അപ്പൊ തിരിച്ചറിയണമെങ്കിൽ എന്ന് പറയാൻ അതിൻ്റെ അർത്ഥം എന്താ? ശരിക്കും മാനസാന്തരപ്പെടണമെന്ന്, അല്ലേ?
മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, മനസ്സിന് മാറ്റം വരിക, മാനസാന്തരപ്പെടണം. ഇത് വിശ്വാസികളോട് പറയുന്നത്. റോമാലേഖനം 12-ാം അധ്യായമൊക്കെ വിശ്വാസികൾക്കുള്ള ലേഖനമാണ്. വിശ്വാസികളോട് പറയുമ്പോൾ നിങ്ങൾ ഇനി മാനസാന്തരപ്പെടണമെന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഉണ്ട്. നമ്മൾ മാനസാന്തരപ്പെട്ടവരല്ലേ? നമ്മൾ മാനസാന്തരപ്പെട്ടവരുവാ, രക്ഷിക്കപ്പെട്ടവരുവാ അല്ലേ? മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടവരാ. നമ്മുടെ കർത്താവ് സുവിശേഷം പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിപ്പീൻ. അപ്പൊ സുവിശേഷം വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് സംഭവിക്കേണ്ട ഒരു കാര്യമുണ്ട് ജീവിതത്തിൽ. അതെന്താ? മാനസാന്തരം. അപ്പൊ നമ്മളൊക്കെ എന്ത് സംഭവിച്ചവരാ? മാനസാന്തരപ്പെട്ടവരാ. അടുത്ത പടി രക്ഷിക്കപ്പെട്ടു, അതും സംഭവിച്ചവരാ. ഇതിനി ആവർത്തിക്കണോ? രക്ഷിക്കപ്പെട്ടവർ ഇനിയും രക്ഷിക്കപ്പെടണ്ട അല്ലേ? പക്ഷേ മാനസാന്തരം എന്ന് പറയുന്നത് ഒരിക്കലും നടക്കേണ്ട കാര്യമല്ല. ആ പറഞ്ഞ അർത്ഥം രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള രക്ഷയുടെ പൂർണ്ണതയിലേക്കുള്ള പ്രോസസ്സിലാണ് നമ്മൾ. അത് സംഭവിക്കണമെങ്കിൽ മാനസാന്തരം ഇനി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. രക്ഷിക്കപ്പെട്ടത് ഒരിക്കൽ, പക്ഷെ മാനസാന്തരം എന്ന് പറയുന്നത് ദൈവമക്കളുടെയും ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ്. ദൈവം ഉപയോഗിക്കുന്നത് മാനസാന്തര സ്വഭാവമുള്ളവരെയാണ് അല്ലേ? തെറ്റ് ചെയ്തിട്ടത് മറച്ചു വയ്ക്കുന്നവരെ ദൈവത്തിന് ഉപയോഗിപ്പാൻ കഴിയത്തില്ല. നമ്മൾ തിരുവഴുത്തിലൊരു വാക്യം തന്നെ ഇങ്ങനെ വായിക്കുന്നുണ്ട്: അകൃത്യം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. അത് നല്ല ഭാഷയിൽ ബൈബിളിൽ എഴുതിയിരിക്കുക. നമ്മുടെ നാടൻ മലയാള ഭാഷ പറഞ്ഞ തന്നെ അകൃത്യം മറച്ചു വയ്ക്കുന്നവന് ഗുണം പിടിക്കുക അല്ലേ? ശുഭം വരികയില്ലെന്നുള്ളതൊക്കെ നല്ല വാക്കിൽ എഴുതി വെച്ചിരിക്കുക. ഗുണം പിടിക്കണമെങ്കിൽ അടുത്ത വാക്ക്, അവയെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അവൻ ജീവിതത്തിൽ ഗുണം പിടിക്കണമെങ്കിൽ, ശുഭം വരണമെങ്കിൽ, ദൈവകരുണ ലഭിക്കണമെങ്കിൽ എന്തോ വേണം? അകൃത്യം മറച്ചു വയ്ക്കുകയല്ല, പിന്നെ അവ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അപ്പൊ ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ ജീവിതത്തിൽ വന്ന കുറവുകൾ മനസ്സിലാക്കാനും അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. നമുക്ക് ഏറ്റവും നല്ല ദൃഷ്ടാന്തം, ഞാൻ വളരെ ലളിതമായിട്ടാണ് ഈ വിഷയം പറയുന്നത്, ഏറ്റവും നല്ല ദൃഷ്ടാന്തം രണ്ട് വ്യക്തികളെ ഒന്ന് താരതമ്യം ചെയ്ത് പഠിച്ചാൽ മതി. ഇസ്രായേലിലെ ആദ്യത്തെ രണ്ട് രാജാക്കന്മാർ ശൗലും ദാവീദും. ഇവരിൽ ആരാ ഏറ്റവും കൂടിയ തെറ്റ് ചെയ്തത്? ദാവീദ അല്ലേ? ദാവീദ് ചെയ്ത തെറ്റ് ശൗല് ചെയ്തതായിട്ട് ബൈബിളിൽ നമ്മൾ വായിക്കുന്നില്ല. ദാവീദ കൂടിയ തെറ്റ് ചെയ്ത്, വളരെ ഗൗരവമേറിയ തെറ്റ് ചെയ്തയാളാണ്. എന്ന് പറഞ്ഞാൽ കൊലപാതകം ചെയ്തു, ചതിവ് നടത്തി, വ്യഭിചാരം ചെയ്തു, ഇങ്ങനെയുള്ള വലിയ വലിയ പട്ടികപ്പെട്ട പാപങ്ങൾ ചെയ്തയാളാണ്. എന്ന് പറയാൻ ന്യായപ്രമാണത്തിന്റെ പ്രമാണങ്ങളിൽ വളരെ ഗൗരവമായ 10 തന്നെ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ദാവീദ് ലംഘിച്ചത്. ശൗൽ അത്രയും വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ശൗല് ചെയ്ത തെറ്റ് എന്താണെന്ന് 1 ശമൂവേൽ 15-ാം അധ്യായത്തെ വായിച്ചാൽ അറിയാം. എന്താ ചെയ്തേ? അമാലേക്കനോട് യുദ്ധം ചെയ്യാനായിട്ട് പറഞ്ഞു വിട്ടു. പോയപ്പം പറഞ്ഞു പോയി തോപ്പിച്ചേച്ച് വരണം. കൂടെ ഒരു കാര്യം കൂടെ ദൈവം പറഞ്ഞു, അവിടുന്ന് ഒന്നും എടുത്തോണ്ട് വരരുത്. പക്ഷേ ശൗല് അവിടെ എല്ലാം തോപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നമ്മുടെ സ്വന്തമായില്ലേ എന്ന് കരുതി നല്ലതെന്ന് തോന്നിയ ചിലതൊക്കെ ഇങ്ങ് എടുത്തോണ്ട് പോകുന്നു. ഇതേ തെറ്റ് ചെയ്തുള്ളൂ. ആ വരുന്ന വഴിക്കാ നാഥാൻ പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടതും സംസാരം നടന്നതും. അവിടെയാണ് പറഞ്ഞത്, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഇതൊന്നും എടുത്തുകൊണ്ട് വന്നേ ഉള്ളൂ. ലോകത്തിലെ ചില കൊള്ളാവുന്നതൊക്കെ ഇനി എടുത്തു സ്വന്തമാക്കിയെന്നേ ഉള്ളൂ ശൗലി ചെയ്തത്. അതിലും വലിയ തെറ്റ് ചെയ്തയാൾ ദാവീദ. പക്ഷെ ഇവരിൽ ആരെയാ ദൈവം ഉപയോഗിച്ചേ? ആരെയാ ദൈവം ഉപയോഗിച്ചേ? ശൗലിനെ പിന്നെ നമ്മൾ കാണുന്നേ ഇല്ല അല്ലേ? ശൗൽ എഴുതി എത്ര പുസ്തകമുണ്ട്? ശൗൽ എഴുതി എത്ര സങ്കീർത്തനമുണ്ട്? ശൗൽ എഴുതി എത്ര വാക്യമുണ്ട്? നീ അതുപോട്ടെ, ഇന്ന് ഇസ്രായേലി ശൗലിന്റെ സ്ഥാനം എവിടാ? ഞാനിത് പറയുമ്പോൾ ഇങ്ങനെ പറയും, ശൗലിന്റെ പേരിൽ ഒരു മുറുക്കാങ്കട പോലും അവിടെ ഇന്ന് ഇല്ല. പക്ഷെ ദാവീദിന്റെ പേരിലോ ഹോസ്പിറ്റലുണ്ട്, യൂണിവേഴ്സിറ്റിയുണ്ട്. ഇനി എന്തിനേറെ ദാവീദ് എഴുതി എത്ര വചനങ്ങൾ ഈ തിരുവഴുത്തിലുണ്ട്. നമ്മുടെ കർത്താവ് പോലും അറിയപ്പെടുന്നത് ആരാന്നാ? ദാവീദ് പുത്രനെന്നാണ്. ഇനി നമ്മുടെ കർത്താവ് വന്ന് ഭരിക്കാൻ പോകുന്നത് ആരുടെ സിംഹാസനത്തിലിരുന്ന? ദാവീദിന്റെ സിംഹാസനത്തിൽ. ഇത്രയും ചെയ്ത തെറ്റുകൾ മറന്ന ദാവീദിനെ ദൈവം ഉപയോഗിച്ചു.
ചെറിയ തെറ്റേ ചെയ്തുള്ള ശൗലിനെ തള്ളിക്കളഞ്ഞു. എന്താ കാരണമെന്നറിയാം? ഒറ്റ കാരണമേ ഉള്ളൂ. ശൗല് ചെയ്തത് തെറ്റായിരിക്കാം, പക്ഷെ അത് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലേ? അത് ഏറ്റു പറഞ്ഞില്ല. ചോദിച്ചപ്പോൾ എന്നാ പറഞ്ഞത്? അത് പ്രവാചകൻ വന്ന് ശമൂവേൽ വന്ന് തന്നോട് സംസാരിച്ചപ്പം പറഞ്ഞ മറുപടി എന്താ? ഇത് ജനം പിടിച്ചുകൊണ്ട് വന്നത്. രാജാവ് കൈ ഒഴിഞ്ഞു. നീ അതുമാത്രമല്ല പറഞ്ഞ അടുത്ത എന്താണെന്നറിയാമോ? നിന്റെ ദൈവം യഹോവയ്ക്ക് യാഗം കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ലേ. അവൻ ന്യായീകരിക്കാൻ ശ്രമിക്കുക ചെയ്ത തെറ്റിനെ. അനുദപിച്ചില്ല, ആ തെറ്റോർത്ത് മാനസാന്തരപ്പെട്ടില്ല. ശൗലിനെ ആ അധ്യായത്തിൻ്റെ തന്നെ ഒടുവിലത്തെ വാക്യം എന്നാണെന്നറിയാമോ? ശൗലിനെ ഇസ്രായേൽ രാജാവാക്കിയതുകൊണ്ട് യഹോവ അനുദപിച്ചു. പക്ഷെ അതിലും വലിയ തെറ്റ് ചെയ്ത അടുത്ത രാജാവ് ദാവീദ് ദൈവം കൂടുതൽ ഉപയോഗിച്ചു. എന്താ കാരണമെന്നറിയാമോ? നാഥാം പ്രവാചകൻ വിരൽ ചൂണ്ടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുറവ് മനസ്സിലായി, ദൈവസന്നിധിയിൽ വീണു. ഒരു സങ്കീർത്തനം തന്നെ, ആ നിലവിളിയുടെ സങ്കീർത്തനമുണ്ട്, അനുതാപത്തിൻ്റെ സങ്കീർത്തനം. അപ്പം എവിടെ മാനസാന്തരമുണ്ടോ, എവിടെ അനുദപിക്കുന്ന ഹൃദയമുണ്ടോ, അവരെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റുപറ്റില്ല എന്ന് പറയാൻ ഒക്കുമോ? തെറ്റുപറ്റും, പറ്റിയിട്ടുണ്ട്, അല്ലേ? ദൈവമക്കളാ, ശരിയാ. പക്ഷേ 100% വിശുദ്ധിയോടെ ദൈവവചനം ആഗ്രഹിക്കുന്ന നിലയിൽ കഴിയുന്നില്ല. കുറവുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ എന്നെ നിങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ ഈ ഒരു സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. അനുദപിക്കുന്ന ഹൃദയം, മാനസാന്തരപ്പെടുന്ന ഹൃദയം, ജീവിതത്തിലെ കുറവുകൾ ഓർത്ത് ദൈവസന്നിധിയിൽ കരയാൻ കഴിയുന്ന അനുഭവം. മറിച്ച് ന്യായീകരണം കണ്ടെത്തി മുൻപോട്ട് പോവുകയാണെങ്കിൽ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. ഈ മാനസാന്തര ഹൃദയം, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന അനുഭവം ഉണ്ടെങ്കിലേ എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എനിക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പം ദൈവ ഇഷ്ടം. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരിക. ദൈവ ഇഷ്ടത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. അപ്പം നമുക്ക് ലഭിക്കേണ്ട നോളജ്, അനുഭവം, അറിവ് എന്ന് പറയുന്നത് ദൈവ ഇഷ്ടം എന്താണെന്നുള്ളത് തിരിച്ചറിയുക, അതിൽ വളരുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആത്മീയമായി വളരണമെന്നും അറിയാം, ആത്മീയമായിട്ട് വളരണം. അങ്ങനെ ആത്മീയമായിട്ട് വളരുവാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം എൻ്റെ ഇഷ്ടം അനുസരിച്ച് ആത്മീയ പ്രവർത്തനങ്ങളിൽ അങ്ങ് ഏർപ്പെടുകാന്നിരിക്കട്ടെ. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ എല്ലാം അങ്ങ് ചെയ്യുക. അപ്പം കാണുന്നവരെന്നാ പറയും? നല്ല ആത്മീയ വളർച്ചയാണ്. അതല്ല ശരിയായ ആത്മീയ വളർച്ച. എന്നെക്കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യണം, ആഗ്രഹിക്കാത്തത് ചെയ്യാതെ ഇരിക്കണം. അപ്പം ദൈവ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ അതാ. എന്നെക്കൊണ്ട് ദൈവം തൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷയും പഠിപ്പിക്കലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. അതാരെക്കൊണ്ടും ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അതിന് പോകരുത്. വേറെ എന്താ കൃപാവരം തന്നിട്ടുള്ളതെന്ന്, ദൈവ ഇഷ്ടം എന്നെക്കുറിച്ച് എന്താന്നുള്ളത് തിരിച്ചറിഞ്ഞ് അത് ചെയ്യണം. അത് ഓരോരുത്തരെ കുറിച്ചും വ്യത്യസ്തമാണ്. അപ്പം എന്നെക്കുറിച്ച് ദൈവസഭയുടെ ആത്മീയ അഭിവൃദ്ധിക്കും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനും സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കുമായി എന്താ ദൈവം ആഗ്രഹിക്കുന്നെന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ആത്മീയമായി വളരുക. എന്നെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകളിൽ ചെയ്യുക. അതിനുള്ള അവസരങ്ങൾ ദൈവം തരുന്നതനുസരിച്ച് സഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുക. വേറെ ചില കൃപാവരങ്ങൾ വേറെ ചിലർക്കാണ് കിട്ടിയിട്ടുള്ളെങ്കിൽ അവർക്കതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. അവരത് ചെയ്യുന്നത് ഫലകരമാകാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ എൻകറേജ് ചെയ്യുക. ആ നിലയിൽ വളരുന്ന വളർച്ചയാണ് ദൈവ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിലുള്ള വളർച്ച. അപ്പം നമ്മൾ ദൈവ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളരണം. അങ്ങനെ ദൈവ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളരുന്നവരുടെ ജീവിതത്തിലെ 2 പ്രത്യേകതകൾ അത് ആ വാക്യത്തിൽ പറയുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കാം. 10-ാം വാക്യം ഞാൻ ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാമേ. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി, കൊലോസ്യർ 1:10, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറങ്ങി വരണം. അപ്പൊ ദൈവ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളരുന്ന ആത്മീകമായ സകല ജ്ഞാനത്തിലും, അടുത്ത വാക്കോടെ വേണം, വിവേകത്തിലും. ജ്ഞാനത്തിലും വിവേകത്തിലും നമുക്കത് അല്പം ഒന്ന് ചിന്തിക്കാം. ആത്മീയ വളർച്ചയുടെ ലക്ഷണമാകട്ടോ. ആത്മീയമായി വളരുന്നവരിൽ
ദൈവേഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളരുന്നവരിൽ ഉണ്ടായിരിക്കുന്ന ചില പ്രത്യേകതകളാണ് ഇവിടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അവരെങ്ങനെയായിരിക്കും നടക്കുന്നത്? രണ്ട് കാലിൽ നടന്നു പോകുന്ന കാര്യമല്ല, പിന്നെ ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്, ആത്മീയ ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെ വേണം നടക്കാൻ, എങ്ങനെ വേണം ജീവിക്കാൻ, എല്ലാം കൂടെ ചേർത്ത് ഒറ്റ വാക്കി പറഞ്ഞാൽ ഇതാണ് കർത്താവിന് യോഗ്യമായി. കർത്താവിന് യോഗ്യമായി എന്താ അതിൻ്റെ അർത്ഥം? കർത്താവിന് യോഗ്യമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് പല നിലകളിൽ പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ചിലത് മാത്രം ഒന്ന് പറയാം. എഫേസ്യർ 4:1 പറയുന്നുണ്ട്, നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമായി നടക്കണം. അപ്പോൾ എന്തിനാ വിളിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയണം. എന്തിനാ ദൈവം വിളിച്ചാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ആ വിളിക്ക് യോഗ്യമായി നടക്കണം. ഫിലിപ്പിയർ 1:27 പറയുന്നുണ്ട്, സുവിശേഷത്തിന് യോഗ്യമായി നടക്കണം. ഫിലിപ്പിയർ 1:27 സുവിശേഷത്തിന് യോഗ്യമായി നടക്കണം. 1 തെസ്സലോനിക്കർ 2:12 പറയുന്നുണ്ട്, ദൈവത്തിന് യോഗ്യമായി നടക്കണം. 1 തെസ്സലോനിക്കർ 4:1 പറയുന്നുണ്ട്, ഇതെല്ലാം ഇപ്പം എടുക്കണ്ട, നോട്ട് ചെയ്യുന്നവരെ റെഫറൻസ് നോട്ട് ചെയ്തിട്ട് പിന്നെ നോക്കിയാൽ മതി. ദൈവപ്രസാദത്തിന് യോഗ്യമായി നടക്കണം. 1 തെസ്സലോനിക്കർ 4:1 പറയുന്നത്. എഫേസ്യർ 5:1 പറയുന്നുണ്ട്, സ്നേഹത്തിൽ നടക്കണം. എഫേസ്യർ 5:9 പറയുന്നുണ്ട്, വെളിച്ചത്തിലുള്ളവരായി നടക്കണം. എഫേസ്യർ 5:15 പറയുന്നുണ്ട്, ജ്ഞാനികളായി നടക്കണം. ഇനിയുണ്ട് എങ്ങനെ നടക്കണമെന്ന് പൗലോസ് തന്നെ പറഞ്ഞിരിക്കുന്ന അനേക വാക്യങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയും. അതിൽ ചിലത് മാത്രം ഞാനൊന്ന് നോട്ട് ചെയ്തത് പറഞ്ഞതേ ഉള്ളൂ. ഇതെല്ലാം കൂടെ ചേർത്ത് ഒറ്റ വാക്കി പറഞ്ഞാൽ ഇങ്ങനെ പറയാം, എങ്ങനെ നടക്കണം, എങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം. ആത്മീയമായി വളരുന്ന ഒരു വ്യക്തിയുടെ ലക്ഷണമാണ് അവൻ കർത്താവിന് യോഗ്യമായി നടക്കുന്നവരായിരിക്കും. എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നെ വിളിച്ചാക്കിയിരിക്കുന്നു, ഞാനൊരു കർത്താവിൻ്റെ മകനാണ്, അല്ലെ കർത്താവിൻ്റെ ദാസനാണ്. ആ പദവിക്കും ആ പേരിനും ദോഷം വരുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. ഞാൻ ആരാണെന്നുള്ളത് ഒരു വശം, പക്ഷേ ആരോടുള്ള ബന്ധത്തിലാണ് ഞാൻ എന്നെ തന്നെ, എൻ്റെ ഐഡന്റിറ്റി കർത്താവിനോടുള്ള ബന്ധത്തിൽ ഞാൻ ആരാണ്. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണിച്ചാൽ ആർക്കാ ദോഷം വരുന്നത്? കർത്താവിന് യോഗ്യമായിട്ട് നടക്കണം. അപ്പോൾ നമുക്കറിയാം, ഇപ്പം നമ്മളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് മോശമായിട്ട് ജീവിക്കുന്ന പലര് കാണും. മദ്യപിക്കുന്നവർ കാണും, മദ്യപിച്ച് ചീത്ത വാക്കുകൾ പറഞ്ഞ് വഴിയെ നടക്കുന്നവർ കാണും. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി മദ്യപിച്ചൊന്ന് വഴിയെ പോയി രണ്ട് ചീത്ത വാക്കുകൾ പറഞ്ഞു പോയി ചിലരോടൊക്കെ വഴക്ക് പിടിച്ചു പോയാലും അവൻ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നെന്ന് പറയുന്നതല്ലാണ്ട്, അവനെ കുറ്റം പറയുന്നതല്ലാണ്ട് വേറെ ആരെയും ബ്ലെയിം ചെയ്യാനായിട്ട് നാട്ടുകാരെ ശ്രമിക്കത്തില്ല. എന്നാ പറയും? അവൻ കൊള്ളാത്തവനാണ്, അവനൊരു കുടിയനാണ്, അവനെ പറഞ്ഞെന്ന് വരും. പക്ഷേ ഒരു ദൈവമകൻ എന്നുള്ള നിലയിൽ, ഒരു വേർപെട്ട വിശ്വാസിയെ എന്നുള്ള നിലയിൽ ആ സാക്ഷ്യം നിലനിർത്തേണ്ട ഞാനൊരു ദിവസം അവൻ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് മുൻപോട്ട് പോയാൽ നാട്ടുകാരാരെയായിരിക്കും കുറ്റം പറയുന്നത്? എന്നെയല്ല പറയുന്നത്. പിന്നെ ആ ദോഷം വരുന്ന ആർക്കാ? ഇവനാണോ ഒരു വിശ്വാസി? ഇവനാണോ കർത്താവിനെ വിശ്വസിക്കുന്നയാള്? ഇതല്ലേ പറയുന്നേ. ഇത് കാണിക്കുന്ന കണ്ടില്ലേ? അപ്പം പേരുദോഷം വരുന്ന ആർക്കാ? എന്നെയല്ല ബ്ലെയിം ചെയ്യുന്നത്, പിന്നെ എൻ്റെ വിശ്വാസത്തെയാണ്. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്, ഞാൻ ഏത് സഭയാന്നുള്ളതാണ്. ഇത് പറഞ്ഞായിരിക്കും നമ്മെ ബ്ലെയിം ചെയ്യുന്നത്. അപ്പൊ അവിടെ ദോഷമാർക്കാ? കർത്താവിന്. ആത്മീയമായി വളരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ എല്ലാ ഇടപാടുകളും കർത്താവിന് ദോഷം വരുന്നതായിരിക്കരുത്, കർത്താവിന് യോഗ്യമായിട്ടായിരിക്കണം. ഇതാണ് ആത്മീക വളർച്ചയുടെ ലക്ഷണം. അപ്പം നമ്മൾ പാർക്കുന്ന ദേശത്തൊക്കെ എത്ര കരുതലോടെ, എത്ര സൂക്ഷിച്ച്, മറ്റുള്ളവർ ചെയ്യുന്ന പലതും ചെയ്യാൻ നമുക്ക് അവകാശമില്ല. മറ്റുള്ളവർ പറയുന്നത് പലതും പറയാൻ നമുക്ക് അവകാശമില്ല. മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ പോലും നമുക്ക് അവകാശമില്ല. നമ്മൾ ആരാ? കർത്താവിന് യോഗ്യമായി നടക്കേണ്ടവരാണ്. ആത്മീയ വളർച്ചയുടെ ലക്ഷണമാണ്. കർത്താവിന് ദോഷം വരുന്നത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ വളർച്ചയെ അത് സാരമായി ബാധിച്ചിട്ടുണ്ട്, ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്ത വേറൊരു ആശയം, ദൈവ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളരുന്ന ഒരു വ്യക്തിയിൽ കാണേണ്ട രണ്ടാമത്തെ കാര്യം, ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും
അതല്പം ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ശരിയായ ആത്മീയ വളർച്ചയുള്ള വ്യക്തിയിൽ എന്തുണ്ടായിരിക്കുമെന്ന്, ആത്മീകമായ, ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പറയാം, ആത്മീകമായ സകല ജ്ഞാനം മാത്രം പോരാ, പിന്നെ എന്തൂടെ വേണം? വിവേകവും. ജ്ഞാനം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അല്ലേ? നമ്മളിപ്പം ചിലരെക്കുറിച്ചൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പറയും, നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്, നല്ല ഡിഗ്രി ഉണ്ട്. ചിലപ്പോൾ അവരുടെ ചില പ്രവർത്തനങ്ങളൊക്കെ കണ്ടേച്ച് നമ്മൾ പറയും, ആളിന് ഡിഗ്രിയൊക്കെ ഉണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ ഒരു വിവരവും ഇല്ലെന്ന് പറയും അല്ലേ? ഒരു വിവരമില്ലെന്ന് പറയും. ഇവിടെ വേറൊരു വാക്കാ, സഭ്യമായ വാക്കാ, എന്തില്ല? വിവേകമില്ല. ഡിഗ്രി ഉണ്ട്, സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, വലിയ ക്വാളിഫിക്കേഷൻ ഉണ്ട്, പക്ഷെ ആളിൻ്റെ പ്രവൃത്തിയിലൊന്നും അതിനുള്ള വിവേകമില്ല. അപ്പൊ ജ്ഞാനം മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. ഉണ്ടോ? അതിൻ്റെ കൂടെ എന്തോടെ വേണം? ആത്മീക വിവേകം കൂടി വേണം. ഈ ശമൂവേലിനെ ദൈവം രാജാവാക്കാൻ ആഗ്രഹിച്ചു. ശമൂവേലിനെ തിരഞ്ഞെടുത്തു. ശമൂവേലല്ല, ശലോമോനെ ദൈവം രാജാവാക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ശലോമോനോട് ദൈവം ഒരു കാര്യം പറഞ്ഞു, നീ എന്ത് വേണമെങ്കിലും ഒരു വരം ചോദിച്ചോ, ഞാൻ നിനക്ക് തരാം. ശലോമോൻ എന്താ ചോദിച്ചത്? ശലോമോൻ എന്താ ചോദിച്ചത്? ഒന്ന് രാജാക്കന്മാർ 3-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിച്ചു. എന്താ ചോദിച്ചത്? പറഞ്ഞതിനകത്തൊരു മറുപടി ഉണ്ട്, പക്ഷേ എന്തേ ചോദിച്ചുള്ളൂ? ഞാനും ചോദിച്ചില്ല. ചോദിച്ചോ? ദൈവം ശലോമോനോട് പറഞ്ഞു, നിന്നെ ഞാനൊരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ പോയി, ഈ ജനത്തെ ന്യായപാലനം ചെയ്യണം, രാജാവായിട്ടിരിക്കണം. അതിനെന്താ നിനക്ക് വേണ്ടിയെന്നാ ചോദിച്ചു. അതിന്റെ മുകളിലോട്ട് പറയുന്നുണ്ട്, ഒരു വരം ചോദിച്ചു, ഞാൻ തരാമെന്ന്. ശലോമോൻ വളരെ ആലോചിച്ചിട്ട് ദൈവത്തോട് പറഞ്ഞു, ഈ വലിയ ജനത്തെ ന്യായപാലനം ചെയ്യാൻ ആവശ്യമായ അറിവ്, ജ്ഞാനം എനിക്ക് തരണം. ചോദിച്ചോ? ഇല്ല. ഈ വലിയ ജനത്തെ ന്യായപാലനം ചെയ്യാൻ ആവശ്യമായ ബലം, സൈന്യബലം എനിക്ക് തരണം. ചോദിച്ചോ? ഇതൊന്നും ചോദിച്ചില്ല. ആകെ ചോദിച്ചത് എന്താ? ഈ ജനത്തെ ന്യായപാലനം ചെയ്യാൻ ആവശ്യമായ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണം. അപ്പൊ ശലോമോന് മനസ്സിലായി, വിവേകമില്ലെങ്കിൽ പിന്നെ എത്ര ജ്ഞാനം ഉണ്ടെങ്കിലും കാര്യമില്ലെന്ന്. ദൈവം എന്താ മറുപടി കൊടുത്തേ? ഇത് കേട്ട ദൈവം ശലോമോന് കൊടുത്ത മറുപടി എന്താ? അതിൻ്റെ അടുത്ത താഴോട്ടുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്, അതങ്ങനെ തന്നെ ഒന്ന് വായിച്ചു. അപ്പോൾ അറിയാം ഈ ചോദിച്ചത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ. താഴോട്ടൊന്ന് വായിച്ചോ. 3:9 ഇപ്പം വായിച്ചേ. 10 മുതൽ താഴോട്ടൊന്ന് വായിച്ചു. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 9-ാം വാക്യമാണ് നമ്മളിപ്പം വായിച്ചത്. ദൈവത്തിന് പ്രസാദമായി അല്ലേ? ദൈവത്തിന് പ്രസാദമായി. ഞാനതുകൊണ്ട് തിരിച്ചു പറയട്ടെ, വേറെ വല്ലോ ചോദിച്ചിരുന്നെങ്കിൽ ദൈവത്തിന് പ്രസാദം ആകത്തില്ലായിരുന്നു. ഇവനെന്ത് ചോദിച്ചു? വിവേകം വേണം. ദൈവത്തിനത് ഇഷ്ടപ്പെട്ടു, ദൈവത്തിന് പ്രസാദമായി. എന്നാ പിന്നെ അത് കൊടുക്കണ്ടേ? കൊടുത്തോന്ന് നോക്കി. എന്തൊക്കെ കൊടുത്തു? നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിനുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട്. ശ്രദ്ധിച്ചേ, ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട്. അതൊക്കെ എടുത്ത് ചിന്തിക്കേണ്ടതാ അല്ലേ? അപേക്ഷ പ്രകാരം ചെയ്തിരിക്കും. ജ്ഞാനവും വിവേകവും മതി. ശ്രദ്ധിച്ച്, ചോദിച്ചത് എന്തുമാത്രം? വിവേകം മാത്രം. അത് ഇഷ്ടപ്പെട്ടിട്ട് ദൈവം കൊടുത്തപ്പോ എന്ത് കൊടുത്തു? ജ്ഞാനവും വിവേകവും കൊടുത്തു അല്ലേ? ചോദിക്കാത്തതോടെ കൊടുത്തു. ഇന്ന് ശലോമോൻ അറിയപ്പെടുന്നത് ആരെന്നാ? ജ്ഞാനികളിൽ ജ്ഞാനി എന്നറിയപ്പെടുന്നത് അല്ലേ? ഇത്രയും ജ്ഞാനമുള്ള ഒരാൾ വേറെ ചരിത്രത്തിൽ ഇല്ല. ശലോമോനെ എങ്ങനെയല്ല വിശേഷിപ്പിക്കുന്നത്? ജ്ഞാനികളിൽ ജ്ഞാനി. ചോദിച്ചിട്ട് കിട്ടിയതാണോ? ചോദിക്കേണ്ടത് ചോദിച്ചു. എന്ത്? വിവേകം. അത് കേട്ട ദൈവം അവനോട് പറഞ്ഞു, എനിക്കത് ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ നിനക്ക് എന്ത് തരിക? ജ്ഞാനവും വിവേകവുമുള്ള ഹൃദയം. പ്രിയപ്പെട്ടവർ, ഇത് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ആത്മീക ജീവിതത്തിൽ ജ്ഞാനം അധികം പ്രാപിച്ചതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. എന്ന് പറഞ്ഞാൽ പഠിച്ചും കേട്ടും വലിയ സ്കോളർ ആയതുകൊണ്ട് കാര്യമില്ല.
അതിനനുസരിച്ച് അങ്ങോട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? അറിയാം, പക്ഷെ ജീവിതത്തിൽ ഇല്ല. വലിയ നോളജുണ്ട്, പക്ഷെ അത് എവിടെയൊക്കെയാണ് പ്രയോഗിക്കേണ്ടത്? വചനത്തിൻ്റെ ഈ ഭാഗങ്ങൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് പറയേണ്ടത്? വിവേകമില്ല, അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള വിവേകക്കുറവിൻ്റെ പലതും പലയിടത്തും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? ഇപ്പം ഒരു പ്രസംഗം കഴിഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് അങ്ങോട്ട് ഏൽപ്പിച്ച് ആ പ്രസംഗം മുഴുവൻ അങ്ങോട്ട് പറഞ്ഞ് 15 മിനിറ്റ് പ്രസംഗിച്ചത് പിന്നെ പ്രാർത്ഥിക്കുന്നയാൾ എത്ര മിനിറ്റ് ആയിരിക്കും? 20 മിനിറ്റ്. വിവേകമില്ല. അറിവുണ്ട്, ഒരുപക്ഷെ പ്രസംഗിച്ച ആളിനേക്കാൾ. പണ്ടൊരിടത്ത് ഞാൻ കേട്ട ഒരു ദൈവദാസൻ, ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടുപ്രാർത്ഥനയില്ല, ഒരു ഭാഗം എടുത്ത് പ്രസംഗിച്ചു കഴിഞ്ഞ് അവിടുത്തെ സുവിശേഷൻ ദൈവദാസൻ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിൽ അദ്ദേഹം പറയാം, ദൈവമേ, ഇതേ ഭാഗം ഇതിന് മുമ്പ് ഇന്ന ആഴ്ച ഞാനിവിടെ പറഞ്ഞതാ, ഇന്നിന്ന കാര്യങ്ങളും അന്ന് പറഞ്ഞ, അത് സഹോദരൻ വിട്ടുപോയി. ഞാൻ വിട്ടുപോയി, പുള്ളി അതുകൂടെ അന്ന് പറഞ്ഞായിരുന്നെന്ന് ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയതാ. ഒന്നുകൂടെ ഒന്ന് ഓർപ്പിച്ചു, അത്രയും എനിക്ക് കിട്ടിയില്ലെന്ന്. പുള്ളി അതിൽ കൂടുതൽ ആ വിഷയം സംബന്ധിച്ച് അവിടെ അതെവിടെയാ പറഞ്ഞത്? പ്രാർത്ഥനയിലൂടെ അത് വെളിപ്പെടുത്തി. വിവേകം അത് കേൾക്കുന്നവരെന്നാ പറയും? ശരിയാ, പ്രസംഗിച്ച ആളേക്കാൾ കൂടുതൽ കാര്യങ്ങളും കൂടുതൽ ചിന്തകളും അദ്ദേഹത്തിനുണ്ടെന്ന് വേണേ പറയും. പക്ഷേ ശരിക്കറിയാവുന്നവരെന്ത് പറയും? വിവേകമില്ല. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയുള്ള എന്തെല്ലാം ആത്മീയ ഗോളത്തിൽ നാം കാണുന്നു, ദൈവസഭയിൽ നാം കാണുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മീകമായ ജ്ഞാനം മാത്രം പോരാ, ആ ജ്ഞാനത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള വിവേകം കൂടി വേണം. അതെന്തിൻ്റെ ലക്ഷണമാണ്? ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതെന്തിൻ്റെ ലക്ഷണമാണ്? ആത്മീയ വളർച്ചയുടെ ലക്ഷണമാണ്. ആത്മീയ ജ്ഞാനം കൂടുന്നു എന്നുള്ളത്, അല്ലെ തിയോളജി പരമായിട്ട് ഡിഗ്രികൾ പലത് സമ്പാദിച്ച് വലിയ അറിവുള്ളവനായി എന്നുള്ളത് ആത്മീയ വളർച്ചയുടെ ലക്ഷണമല്ല. ആ അറിവിനനുസരിച്ച് സഭയിലും മേഖലകൾ അവിടൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നെങ്കിൽ അതാണ് ആത്മീക വളർച്ചയുടെ ലക്ഷണം. എനിക്ക് ആത്മീയമായ ചില വിഷയങ്ങളിൽ അറിവുണ്ടെന്നും കരുതി എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കാത്ത സ്ഥാനത്ത് ചെന്നിരുന്നാൽ മൗനമായിട്ടിരിക്കാൻ എനിക്ക് കഴിയണം. അതാണ് ആത്മീയ വളർച്ചയുടെ ലക്ഷണം. ഈ വിഷയത്തിൽ എനിക്കും പഠിച്ചതാണ്, എനിക്കും 2 വാക്ക് പറഞ്ഞേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് എന്നെ ഉദ്ദേശിക്കാത്ത സ്റ്റേജിൽ കയറി പറയാൻ പോയാൽ അവിവേകമാണ്, അല്ലേ? ഞാൻ അങ്ങനെ ചിലതേ പറയുന്നുള്ളൂ, അല്ലാതെ എന്തെല്ലാം അവിവേകങ്ങൾ ആത്മീക ശുശ്രൂഷ മേഖലകളിൽ കണ്ടുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യുന്നത് വിവേകം, ഏൽപ്പിക്കാത്തത് കയറി ചെയ്താൽ അത് അവിവേകം. അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റ് എടുത്ത് ഒത്തിരി കാര്യങ്ങൾ പറയാം. ഞാൻ അങ്ങോട്ടൊന്നും പോണില്ല, ഇങ്ങനെ മാത്രം പറയട്ടെ. ആത്മീകമായ സകല ജ്ഞാനവും വിവേകവും നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ പ്രത്യേകത എന്താ? ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മാവ്. ഒരു വാക്യം വായിച്ച്, യെശയ്യാവ് 11:2. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 2-ാം വാക്യം. നമുക്ക് തന്ന ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ്. വാക്യം ഒന്ന് വായിച്ചേ. അത് കർത്താവിന്റെ മേലാണ്. കർത്താവിന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു, അഥവാ പരിശുദ്ധാത്മാവ്. ആ ആത്മാവിന്റെ പ്രത്യേകത എന്താ? മതി. പരിശുദ്ധാത്മാവ് എങ്ങനത്തെ ആത്മാവാ? ജ്ഞാനം മാത്രമല്ല കേട്ടോ, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. അപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പം എനിക്ക് ദൈവം തന്ന ആത്മാവ് എങ്ങനത്തെ ആത്മാവാ? ജ്ഞാനത്തിന്റെ ആത്മാവാ. പക്ഷെ ജ്ഞാനത്തിന്റെ മാത്രമല്ല, പിന്നെ വിവേകത്തിന്റെയും, സ്പിരിറ്റ് ഓഫ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. പഴയ നിയമത്തില് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിച്ചാൽ ഈ ജ്ഞാനവും വിവേകവും എന്താണെന്നുള്ള ഒരു ആശയം അവിടെ നമുക്ക് ലഭിക്കും. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം അതോടൊന്ന് വായിച്ചു. ആവർത്തനം 4:6. മതി. അവർക്ക് ന്യായപ്രമാണം കൊടുത്തു. ന്യായപ്രമാണം കൊടുത്തിട്ട് അടുത്ത് പറയാം, ഇത് നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. ഇത് നിങ്ങൾ പ്രമാണിക്കാമെങ്കിൽ ജാതികൾ എന്തു പറയും? നിങ്ങൾക്ക് എന്തുണ്ടെന്ന് പറയും? ജ്ഞാനവും വിവേകവും ഉണ്ടെന്ന്. അപ്പൊ എപ്പോഴാ വിവേകം ഉണ്ടെന്ന് പറയുന്നത്? നിങ്ങളെ കാണുന്നവര് നിങ്ങൾക്ക് വിവേകം കൂടെ ഉണ്ടെന്ന് എപ്പോഴാണ് പറയുന്നത്? ലഭിച്ച അറിവിനനുസരിച്ച് ജീവിക്കുമ്പോൾ, ആ അറിവിൽ പ്രവൃത്തിയും കൂടെ വരുമ്പോൾ, അത് പ്രമാണിക്കുമ്പോഴാണ് ജാതികൾ പറയും നിങ്ങളെക്കുറിച്ച്, നിങ്ങൾക്ക് എന്തുണ്ട്? ജ്ഞാനവും വിവേകവുമുണ്ട്.
ഈ വിവേകം എന്ന വാക്ക് മനസ്സിലേക്ക് വരുമ്പം പെട്ടെന്ന് വരാൻ സാധ്യതയുള്ള ഒരു വാക്യം പുതിയ നിയമത്തിലുണ്ട്, പറയാമോ? കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ട് ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഈ വാക്ക് പറയുന്നുണ്ട്. ഒന്ന് വായിച്ചു, 1 പത്രോസ് 3:7. ഭാര്യ ഭർത്താക്കന്മാരുടെ കടപ്പാടുകൾ പറയുന്ന ഒരു വാക്ക്. 1 പത്രോസ് 3:7. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം. അപ്പം കുടുംബജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കണമെങ്കിൽ ഭർത്താക്കന്മാർക്ക് എന്ത് വേണം? എന്ത് വേണമെന്ന്? വിവേകം വേണമെന്ന്, അല്ലേ? ഈ വാക്യം മാത്രം വെച്ച് ഞാൻ പറയട്ടെ, ഈ വാക്യം മാത്രം വെച്ച് കുടുംബജീവിതത്തിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങുന്നുണ്ടെങ്കിൽ കാരണക്കാരനാരാ? ഇഷ്ടമായില്ലേ? അയ്യോ, എന്താ ആവേശത്തോടെ പറയുന്നത്, അല്ലേ? വേണേ അവരെ കുറ്റം പറയാം. കാരണം അവിടെ വാക്യത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത് അറിയാമോ? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്ത് കുറവുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാം. പക്ഷെ വരാതെ നോക്കേണ്ട വിവേകം ആർക്കുണ്ടാകണം? ആർക്കുണ്ടാകണം? പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാൻ കാരണം സ്ത്രീജനമായിരിക്കാം. പക്ഷേ മുടക്കം വരരുത്. നിങ്ങളെങ്ങനെ ജീവിക്കണം? വിവേകം കാണിക്കണം. അപ്പം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്? ഭർത്താക്കന്മാർക്കാണ്. ആ വിവേകം ഇത് പറയുന്നിടത്ത് ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ എന്ന് നമ്മുടെ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് അല്ലെങ്കിലും ഞാൻ പറയട്ടെ, നമ്മൾ കുറച്ച് പേര് മാത്രം കൂടി ലളിതമായ നിലയിൽ ഇത് പഠിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. സ്ത്രീജനം ആരാന്ന് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കണം. ആരാ? അപ്പം നമ്മളാരാ? അവർ ബലഹീനരാണ്. നമ്മളാരാ? ആണോ? ആണോ? സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? ബൈബിളിലെ ബലഹീനം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്നാണെന്നറിയാമോ? വീക്കർ വെസൽ എന്ന. വീക്കർ വെസൽ, ബലഹീന പാത്രം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വീക്കർ വെസൽ എന്ന് പറയാം. അതിൻ്റെ അർത്ഥം എന്താ പറയാമോ? ഭാഷ അനുസരിച്ചൊന്ന് പറയാം, ഗ്രാമാറ്റിക്കലി ഒന്ന് പറയാം. ബലഹീനം എന്നുള്ളതിന് വീക്ക്, അല്ലേ? ഒരു വീക്കാ, ബലഹീനര, സ്ത്രീജനം. പക്ഷെ ആ വാക്ക് വീക്കർ നല്ല ഉപയോഗിച്ചിരിക്കുന്നത് വീക്കർ. വീക്കർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്നറിയോ? കമ്പയർ ചെയ്ത് പറയുമ്പോഴാണ്, അല്ലേ? രണ്ട് കൂട്ടർ ഇപ്പം ബലഹീനമാണെന്ന് പറയും, പക്ഷെ വീക്കർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മറ്റതിനേക്കാൾ, അങ്ങനെ. അപ്പം ഗുഡ്, ബെറ്റർ, ആ വാക്ക് ഉപയോഗിക്കുന്നത് കമ്പയർ ചെയ്ത. അപ്പൊ ഇവിടെ സ്ത്രീജനത്തെ കമ്പയർ ചെയ്തിരിക്കുന്ന ആരുമായിട്ടാണ്? പുരുഷന്മാരുമായിട്ട്. കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീകൾ ആരാ? വീക്കർ വെസല. അങ്ങനെയാണ് നമ്മൾ ആരാ? നമ്മൾ വീക്ക് വെസല. വീക്ക് ആയതുകൊണ്ടല്ലേ അവര് നമ്മളെക്കാൾ വീക്കർ ആയത്. അങ്ങനല്ലേ അതിന്റെ ഭാഷയുടെ അർത്ഥം? ശരിക്ക് ആ ഭാഷ ഗ്രാമാറ്റിക്കലി നമ്മൾ ചിന്തിച്ചാൽ സ്ത്രീജനം ദേ ആർ വീക്കർ വെസൽസ്. അങ്ങനെ പറയാൻ കാരണം നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വി ആർ വീക്ക്. അവരല്പം കൂടെ വീക്കാന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആര് തന്നെയാണ്? നമ്മൾ വലിയ ശക്തരൊന്നുമല്ല, വീക്ക് വെസൽസാ. നമ്മിൽ ഉണ്ടായിരിക്കേണ്ടത് എന്താണെന്നറിയാമോ? നമ്മളെക്കാൾ വീക്ക് ആയതുകൊണ്ട്, അവരുടെ ചില സ്വഭാവം കൊണ്ട് അന്നത്തെ പ്രാർത്ഥന മുടങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ വിവേകം കാണിച്ചോണം, മുടക്കം വരാതെ നോക്കിക്കോണം. നമുക്കറിയാമല്ലോ, കുടുംബജീവിതം നയിക്കുന്നവർക്കറിയാമല്ലോ, അല്ലേ? നമ്മൾ മുൻകൈ എടുത്താൽ തീരാത്ത ഏതെങ്കിലും പ്രശ്നം കുടുംബത്തിലുണ്ടോ? ചിലപ്പോൾ നമ്മൾ പറഞ്ഞ് ഇഷ്ടപ്പെടാതെ മിണ്ടാതെ നടന്നെന്നിരിക്കും, ദേഷ്യം കാണിച്ചെന്നിരിക്കും. പക്ഷേ നമ്മൾ വിവേകത്തോടെ ഇടപെട്ടാൽ അവിടെ തീരുകയല്ലേ ആ പ്രശ്നം, ഇല്ലേ? അവിടെ സമ്മതിച്ചു, അല്ലേ? നമ്മൾ വിവേകത്തോടെ ഇടപെടാമെങ്കിൽ തീർത്തോളാമെന്ന് അവിടെ നിന്ന് സമ്മതിക്കുകയും ചെയ്തു. തീരും പ്രിയപ്പെട്ടവരെ. പ്രശ്നങ്ങളുണ്ടാകാം കുടുംബജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. പക്ഷേ അവർ മുഖം വീർപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ വീർപ്പിച്ച് നമ്മൾ നടന്നാൽ അതൊട്ട് തീരാൻ പോകണില്ല. അവർ മുഖം വീർപ്പിക്കുമായിരിക്കും, പക്ഷെ നമ്മൾ വിവേകത്തോടെ ഇടപെട്ട കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ചൊങ്ങും, അല്ലേ? മുഖം ചൊങ്ങും. ഇത് അനുഭവമാണ് പ്രിയപ്പെട്ടവരെ, ഇത് അനുഭവമാണ്. ഇത് നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അവിടെ നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അത് എടുത്തു പറയുക. ആ വാക്ക് വന്നതുകൊണ്ട് അതൊന്ന് അല്പം വിശദീകരിച്ചെന്ന്. കുടുംബജീവിതം അല്ല നമ്മുടെ പഠന വിഷയം കേട്ടോ, കുടുംബജീവിതത്തിലെ കാര്യമല്ല. പക്ഷേ കുടുംബജീവിതത്തിൽ എന്ത് വേണം?
വിവേകമുണ്ടെങ്കിലേ കുടുംബജീവിതത്തിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് മുമ്പോട്ട് പോകുകയുള്ളൂ. ഇത് കുടുംബജീവിതത്തിൽ മാത്രമല്ല, സഭാ ജീവിതത്തിൽ വേണം, സമൂഹത്തിൽ വേണം. ദൈവമക്കളെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് ആത്മീക വളർച്ചയുടെ ലക്ഷണം തന്നെയാണ് എന്ത്? ആത്മീകമായ വിവേകം എന്ന് പറയുന്നത്. ഇതെവിടെ കിട്ടും? ഈ വിവേകം എവിടെ കിട്ടും? ഒരു വാക്യം കൊണ്ടു വെച്ച്, സദൃശവാക്യം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. സദൃശവാക്യം 2:6. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവന്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. എവിടുന്ന് ജ്ഞാനവും വിവേകവും കിട്ടുന്നേ? എവിടുന്ന് കിട്ടുള്ളൂ? ആത്മീയ വിവേകം കാണിക്കണമെങ്കിൽ അത് എവിടുന്നേ കിട്ടുള്ളൂ. ആത്മീയ ജ്ഞാനം ആര് തരുന്നോ അവിടുന്ന് തന്നെ. നല്ല ദൃഷ്ടാന്തമാണ് നമ്മുടെ ശലോമോനിൽ കണ്ടത്. ശലോമോന് വിവേകം വേണമെന്ന് പറയുമ്പോൾ ആരോട് തന്നെ ചോദിച്ചു? ദൈവത്തോട് തന്നെ ചോദിച്ചു. ദൈവം ജ്ഞാനവും കൊടുത്തു, വിവേകവും കൊടുത്തു. പറയട്ടെ, യഹോവയല്ലോ ജ്ഞാനം തരുന്നത്. യഹോവയുടെ വായിൽ നിന്ന്, അല്ലേ? വായിൽ നിന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? യഹോവ പറഞ്ഞത് അത് ഇന്ന് എഴുതി കിട്ടിയിരിക്കുക ദൈവത്തിന്റെ വചനമായിട്ട്. അങ്ങനെയാണെങ്കിൽ ആത്മീകമായ ജ്ഞാനവും ആത്മീകമായ വിവേകവും എവിടുന്നേ നമുക്ക് കിട്ടൂ? ദൈവത്തിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന്. പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആത്മീകമായ ജ്ഞാനം മാത്രം പോരാ. പിന്നെ നമ്മൾ എന്തിനാ ദൈവവചനം പഠിക്കുന്നത്? എന്തിനാ ബൈബിൾ ക്ലാസ്? ആത്മീയമായിട്ട് കൂടുതൽ അറിവ് കിട്ടാൻ, അല്ലേ? അതിനല്ലേ വചനം, അതിനല്ലേ ബൈബിൾ ക്ലാസ് വെച്ചിരിക്കുന്നത്. ആത്മീയമായിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം, അറിയണം. അതിനല്ല കേട്ടോ, അത് മാത്രം പോരാ. ആത്മീയമായ അറിവിൻ്റെ കൂടെ എന്തുകൂടെ വേണം ബൈബിൾ ക്ലാസ് പഠിക്കുന്നത് കൊണ്ട്? അത് വചനത്തിൽ നിന്നേ കിട്ടുള്ളൂ, ദൈവത്തിൽ നിന്നേ കിട്ടുള്ളൂ. ആത്മീക ജ്ഞാനവും അതോടുകൂടെ വിവേകവും കൂടെ നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയാ ദൈവവചനം നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനം പഠിക്കുകയും ദൈവവചനത്തിന് മുമ്പിലിരിക്കുകയും ദൈവവുമായി സമയം ചെലവഴിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് നമുക്ക് ദൈവത്തോട് ശലോമോൻ ചോദിച്ചതുപോലെ അങ്ങ് ചോദിക്കാം. ദൈവമേ, ഈ ജനത്തെ ന്യായപാലനം ചെയ്യാൻ അല്ല, ഈ കുടുംബത്തെ ചൊവ്വെ നടത്താൻ, അല്ലേ? ശലോമോനെ ഏൽപ്പിച്ചത് ഒരു രാജ്യം മുഴുവനൊന്നും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരെ ഒരു കുടുംബം ഏൽപ്പിച്ചിട്ടുള്ളത്. ദൈവത്തോട് പറയാം, ദൈവമേ, ഈ കുടുംബം ശരിക്ക് പരിപാലിച്ചു കൊണ്ടുപോകാൻ ആവശ്യമായ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. ഇത് ചോദിച്ചാൽ ദൈവം എന്തുകൂടെ തരും? 1 എടുത്താൽ 2, അല്ലേ? സാധാരണ നമ്മളെ കടകളിലൊക്കെ പോയാൽ കാര്യം 1 എടുത്താൽ 2. വിവേകം ചോദിച്ചപ്പോൾ 2 കൊടുത്തത്. എന്തൊക്കെ കൊടുത്തു? ചോദിക്കാത്ത ജ്ഞാനവും കൊടുത്തു, വിവേകവും കൊടുത്തു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവമേ, എൻ്റെ കുടുംബത്തെ ശരിയായി നടത്താൻ ആവശ്യമായ വിവേകം എനിക്ക് നൽകണമേ. അവൻ ദൈവം അതിനുള്ള അറിവും തരും, വിവേകവും തരും. സഭയുടെ ചുമതല തന്നിട്ടുണ്ടോ? സഭയിൽ ചില ശുശ്രൂഷകൾ തന്നിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവമേ, ഈ സഭയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പോകാൻ ആവശ്യമായ, സാധാരണ നമ്മൾ പ്രസംഗം കേൾക്കുന്നത് അതിനുള്ള അറിവ് വേണമെന്ന്, അല്ലേ? അതിനുള്ള അറിവും കഴിവും ഒക്കെയാണ്. പക്ഷേ ഈ വിവേകമില്ലെങ്കിൽ എന്നാ അറിവുണ്ടെങ്കിലും പ്രയോജനമില്ല. ആത്മീയ വളർച്ചയുടെ ലക്ഷണമാണ്. ആത്മീയ വളർച്ചയുടെ ലക്ഷണം ആത്മീയമായ സകല ജ്ഞാനവും വിവേകവും. ഇനി ആ വാക്യം നമുക്ക് അടുത്ത ആശയത്തിലേക്ക് പ്രവേശിക്കാൻ സമയമില്ല, നമുക്കത് തന്നെ ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അവിടെ ശ്രദ്ധിച്ച്, ആത്മീകമായ എന്തുമാത്രം ജ്ഞാനം, എന്തുമാത്രം സകല ജ്ഞാനത്തിലും, അത് ഒരു സെന്റൻസ് ആകട്ടോ. ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും എന്നുള്ളത് ഒരു സെന്റൻസ് ആയതുകൊണ്ട് ആ സകല എന്നുള്ളത് ഒരു പ്രാവശ്യം എഴുതിയുള്ളന്നേ ഉള്ളൂ. നമുക്കത് സ്പ്ലിറ്റ് ചെയ്താൽ ഇങ്ങനെ പറയാം, ആത്മീകമായ സകല ജ്ഞാനത്തിലും ആത്മീകമായ സകല വിവേകത്തിലും. അപ്പൊ ആ സകല എന്നുള്ളതോടൊന്ന് ഞാൻ എടുത്തു പറയട്ടെ. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ജ്ഞാനമാകട്ടെ വിവേകമാകട്ടെ എന്തുമാത്രമാണ്? പൂർണ്ണമായിട്ടാണ്, അല്ലേ? സകല. ദൈവം ഇങ്ങോട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതും അങ്ങനെ തന്നെയാണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പൊ എന്തുമാത്രം പാപം? സകല പാപം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ എന്തുമാത്രം സകല ചിന്താകുലവും അല്ല. എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളിവിടെ ജീവിക്കുമ്പം പോരാട്ടമുണ്ട് ശത്രുവിനോട്, പിശാചിനോട്. അതിന് ചില ആയുധങ്ങൾ വേണം. തരാം ഞാൻ. എന്തുമാത്രം ആയുധം?
സകല അല്ലേ, സർവ, ദൈവത്തിൻ്റെ സർവായുധവർഗം, സകല ആയുധവർഗവും. അപ്പൊ ദൈവം ഇങ്ങോട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊന്നും 99% പിന്നെ സകല, അതെത്ര ശതമാനമാണ്? 100%. ആ പൂർണ്ണതയില്ല, ആ പെർഫെക്ഷനില്ല. അങ്ങനെയാണ് തിരിച്ച് നമ്മിൽ നിന്നും ആത്മീക ജ്ഞാനവും ആത്മീക വിവേകവും ദൈവം പ്രതീക്ഷിക്കുന്നതും എത്ര ശതമാനമാണ്? 100%. സകല ജ്ഞാനത്തിലും സകല വിവേകത്തിലും. ഈ കൊലോസ് ലേഖനത്തിൽ തന്നെ അത് വളരെ വ്യക്തമാകട്ടോ. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മുഴുവൻ പെർഫെക്റ്റ് ആയിട്ടാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആവർത്തിച്ച് പല പ്രാവശ്യം കാണുന്ന ഒരു വാക്യമുണ്ട്: നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും. അവിടെയെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചേ. ആ സകല എന്നുള്ള വാക്കല്ലേ, മുഴുവൻ, പൂർണ്ണ. ഇവിടെ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. ഈ ഇപ്പം നമ്മൾ വായിച്ച വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചാൽ 10-ാം വാക്യം ഒന്ന് ചിന്തിച്ചേ. കൊലോസ്യർ 1:10. നിങ്ങൾ എന്തുമാത്രം ദൈവത്തെ പ്രസാദിപ്പിക്കണം? പൂർണ്ണ പ്രസാദത്തിന് നിങ്ങൾ എന്തുമാത്രം ബലപ്പെടണം? 11-ാം വാക്യം, പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. അപ്പൊ ഇവിടെ എല്ലാം ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ബലപ്പെടുന്നതാകട്ടെ, പ്രസാദിപ്പിക്കുന്നതാകട്ടെ, ജ്ഞാനം പ്രാപിക്കുന്ന കാര്യത്തിലാകട്ടെ, വിവേകത്തോടെ അത് പ്രതികരിക്കുന്ന കാര്യത്തിലാകട്ടെ, ഇവിടെ എല്ലാം ദൈവം എന്താ പ്രതീക്ഷിക്കുന്നത്? പൂർണ്ണതയാണ്, ആ പെർഫെക്ഷനാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ മക്കൾ ശരിയായി ആത്മീകമായി വളരുന്നോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഞാനതിൻ്റെ ഒരാശയം മാത്രമേ ഇന്ന് നമ്മൾ ചിന്തിച്ചുള്ളൂ. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ചിന്തിക്കാം. ഇവിടെ നാം കണ്ടു, ദൈവ ഇഷ്ടത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. അതെന്താന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ലക്ഷണം 1, കർത്താവിന് യോഗ്യമായി നടക്കും. അതിൻ്റെ ലക്ഷണം 2, ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും നടക്കും. ആത്മീയമായി ശരിയായി വളരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതനുസരിച്ച് കർത്താവിന് യോഗ്യമായി നടക്കുവാനും വിവേകത്തോടെ ആത്മീയ ജീവിതത്തെ നയിപ്പാനും ദൈവം സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.